നാളെ മാറ്റാൻ ഇന്നൊരു തീരുമാനം മതി. ആദ്യപടി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക്. ചിത്തിര വിമൻസ് അക്കാഡമി. Your first step to a successful career starts here. ചിത്തിര വിമൻസ് അക്കാദമി, SMB ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. ഒറ്റപ്പാലം നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് സംവിധാനം തുറന്നു നൽകാത്തതിൽ പ്രതിഷേധം. ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കേണ്ടതില്ലല്ലോ എന്ന അഭിപ്രായം ഉയരുന്നു. ഒറ്റപ്പാലം നഗരസഭ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രമാണ് തുറന്നു പ്രവർത്തിക്കാത്ത നിലയിൽ തുടരുന്നത്. ദിനംപ്രതി നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സ്ഥലത്താണ് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം നിർമ്മിച്ച കെട്ടിടം നോക്കുകുത്തിയായി കിടക്കുന്നത്. 2021-22 നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് കെട്ടിടം. താലൂക്ക് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, മൃഗാശുപത്രി, കോടതി തുടങ്ങിയ നിരവധി സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകേണ്ട വഴിയിടമെന്ന ടേക്ക് എ ബ്രേക്ക് ഉടൻ തുറന്നു പ്രവർത്തിക്കാൻ നഗരസഭ മുൻകൈയെടുത്ത് നടപടി സ്വീകരിക്കണമെന്ന് BJP ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി പറഞ്ഞു. നഗരസഭ കേന്ദ്ര പദ്ധതിയായിട്ടുള്ള സ്വച്ഛ ഭാരതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് എന്നുള്ള ശൗചാലയ പദ്ധതി, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിട്ടും അടഞ്ഞു കിടക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കേന്ദ്ര പദ്ധതിയുടെ സ്വച്ഛ ഭാരതിൽ വന്നിട്ടുള്ള പദ്ധതി ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മാണം നടന്നിട്ടും ജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് പ്രതിഷേധവുമായി BJP മുന്നോട്ട് വരികയാണ്. BJP ആവശ്യപ്പെടുന്നത് അവിടെ കോടതിയുണ്ട്, അതേപോലെ ബ്ലോക്ക് ഓഫീസുകളുണ്ട്, താലൂക്ക് ഓഫീസുണ്ട്, വില്ലേജുണ്ട്, നിരവധി സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങളുടെ സമീപത്ത് ആണ് ഈ സ്വച്ഛ ഭാരതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ടേക്ക് എ ബ്രേക്ക് എന്ന പേരിലുള്ള പൊതു ശൗചാലയം നിർമ്മിച്ചിട്ടുള്ളത്. അത് അടിയന്തരമായി ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. BJP ഒറ്റപ്പാലം നഗരസഭയുടെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് ഏറ്റെടുക്കാൻ ആളില്ല, വേണമെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോളൂ എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം, ഇവിടെ ഒറ്റപ്പാലം നഗരസഭാ കോംപ്ലക്സ് ആയാലും ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് കെട്ടിടങ്ങളായാലും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ചിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ അത് ലാപ്സാക്കി കളയുന്ന ഒരു സമീപനമാണ് ഒറ്റപ്പാലം നഗരസഭ സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ പദ്ധതിയുടെ നേരെയും നഗരസഭ പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്നാണ് BJP ആരോപിക്കുന്നത്. നിലവിൽ ഒറ്റപ്പാലം നഗരത്തെ കേന്ദ്രീകരിച്ച് ഒരു പൊതു ശൗചാലയം ഇല്ല എന്നത് ഒരു വെല്ലുവിളിയായി തുടരുകയാണ്. പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതു ശൗചാലയമല്ലെന്ന കോടതി ഉത്തരവ് വന്നതിനു ശേഷം യാത്രക്കാർക്ക് പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങളും ഉപയോഗിക്കാൻ പറ്റാതെയായി. നഗരഹൃദയത്തോട് ചേർന്നും എന്നാൽ തിരക്ക് കുറഞ്ഞതുമായ ഭാഗത്ത് ഇത്തരമൊരു ടേക്ക് എ ബ്രേക്ക് സംവിധാനം ഉണ്ടായിട്ടും യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. വിവിധ ആവശ്യങ്ങൾക്കായി 1000-ലധികം ആളുകൾ ഒരു ദിവസത്തിൽ ഒറ്റപ്പാലം നഗരത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ടേക്ക് എ ബ്രേക്ക് സംവിധാനം തുറന്നു നൽകുകയാണെങ്കിൽ യാത്രികർക്കെല്ലാം ഉപയോഗിക്കാൻ കഴിയും. ഇത്രയും തുക വിനിയോഗിച്ചുകൊണ്ട് ടേക്ക് എ ബ്രേക്ക് എന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടും എന്തുകൊണ്ടാണ് നഗരസഭ പൂട്ടിയിട്ടിരിക്കുന്നത് എന്നാണ് ജനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ചോദ്യം. ഇത് തുറന്നു നൽകണമെന്ന ആവശ്യം ജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്നുണ്ട്.